സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദീർഘനാളുകളായുള്ള പഠനത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഒക്കെ ഒടുവിൽ ആകാശിന് എക്സാമിന്റെ ദിവസം വന്നെത്തുകയും രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പുതിയ ഷർട്ടുമൊക്കെ ഇട്ട് ബാലന്റെയും ഗോമതിയുടെയും അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് എക്സാമിന് പോകുവാൻ ആകാശും മീനാക്ഷിയും കൂടി പുറത്തേക്ക് വരികയാണ്. ആകാശിനെ കണ്ടുകൊണ്ട് ഗോമതി പറയുന്നുണ്ട്, ആഹാ, എൻ്റെ മോൻ പുതിയ ഷർട്ടൊക്കെ ഇട്ട് അങ്ങ് സുന്ദരനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്തായാലും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഈ പരീക്ഷയിൽ നീ പാസ്സാകും. ഇത് കേട്ടുകൊണ്ട് ആകാശ് ഗോമതിയുടെ പാദങ്ങൾ തൊട്ടുവണങ്ങി അനുഗ്രഹം വാങ്ങുന്നുണ്ട്. തുടർന്ന് ബാലന്റെ അനുഗ്രഹത്തിന് വേണ്ടി അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ബാലൻ പറയുകയാണ്, ഗോമതി, നീ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്? സർക്കാർ ജോലിയാണ്. ഒരു ജോലിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ പരീക്ഷ എഴുതുവാൻ എത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് അവൻ പോകുന്നത്. ഈ പരീക്ഷയിൽ അവനേക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ധാരാളം ആൾക്കാർ എത്തുന്നതാണ്. അവർക്കൊപ്പം ഇരുന്ന് പരീക്ഷ എഴുതി അവരെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങി അവൻ ജയിക്കുമെന്ന് നിനക്ക് എന്തുറപ്പാണുള്ളത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ മനസ്സിന് വലിയ പ്രതീക്ഷയും മോഹവും ഒന്നും കൊടുക്കരുത്. ഇത്രയും കേൾക്കുമ്പോഴേക്കും ആകാശിൻ്റെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ആകാശ് ബാലന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിൽക്കുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടാ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? അവനൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതിരിക്കുകയെങ്കിലും ചെയ്തുകൂടെ? ഇത് തന്നെയാണ് ഞാൻ പലപ്പോഴും ബാലേട്ടനോട് പറയാറുള്ളത്. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പലപ്പോഴും ബാലേട്ടൻ അറിയില്ല. അപ്പോൾ മീനാക്ഷി പിറകിൽ നിന്നുകൊണ്ട് ആകാശിനോട് പറയുന്നുണ്ട്, നമുക്ക് ഇറങ്ങാം ആകാശേ. ആ ശരി. ഇത് പറഞ്ഞുകൊണ്ട് ആകാശ് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്, കൂടെ മീനാക്ഷിയും. അവർ പുറപ്പെട്ടു കഴിയുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടാ, നമ്മുടെ മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അവരുടെ മുഖത്ത് നോക്കി ഇത്തരം ചങ്കിൽ കൊള്ളുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞവരെ വേദനിപ്പിക്കുമ്പോൾ ബാലേട്ടന് വാസ്തവത്തിൽ എന്താണ്, സന്തോഷമാണോ ഉണ്ടാവുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണോ ഒരച്ഛൻ്റെ റോള് നല്ല രീതിയിൽ ബാലേട്ടൻ ചെയ്യുന്നു എന്നുള്ള തോന്നലൊക്കെ വരുന്നത്? എന്തായാലും എനിക്കിതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ് തോന്നുന്നത്. ഗോമതി, അതിന് ഞാൻ വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ അമിതമായിട്ടുള്ള പ്രതീക്ഷ കൊടുത്താൽ ഒരുപക്ഷെ ആ പരീക്ഷയിൽ അവൻ പാസ്സായില്ലെങ്കിൽ അതവൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ബാലേട്ടാ, ഒരുപക്ഷെ ബാലേട്ടൻ പറയുന്നതിനകത്ത് കാര്യമുണ്ടായിരിക്കും. എങ്കിൽ പോലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പരാജയഭീതി മനസ്സിലിട്ടുകൊണ്ട് പിൻപിലേക്ക് മാറി നിൽക്കുന്ന ഒരാളിനെ നീ വിജയിക്കുമെന്ന് മുഖത്ത് നോക്കി മറ്റൊരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം വെച്ച് പോരാടാനെങ്കിലും അവർ തയ്യാറാകും. ഇതിപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ഉത്സാഹവും ബാലേട്ടൻ ഊതിക്കെടുത്തുന്നത് പോലെ ആയിപ്പോയി. ഗോമതി, എൻ്റെ വായിലൊന്നും ആ സമയത്ത് അങ്ങനെയൊക്കെ വീണുപോയി എങ്കിലും എൻ്റെ മനസ്സിലും അവൻ പരീക്ഷയിൽ ജയിക്കുമെന്നും അവന് ജോലി ലഭിക്കുമെന്നും ഒക്കെ തന്നെയാണ് ചിന്ത. അതുമാത്രവുമല്ല, അവനെ ഇങ്ങനെ ഒരു കാര്യത്തിനു വേണ്ടി പ്രേരിപ്പിച്ച് മുൻപോട്ടിറക്കിയത് മീനാക്ഷിയാണല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിൽ മീനാക്ഷിയോട്. പഠിക്കാൻ പോകുന്ന കാലത്ത് നമ്മളൊക്കെ എന്തുമാത്രം അവനെ ഉപദേശിച്ചിട്ടുണ്ട്, നല്ല മാർക്ക് വാങ്ങി ജയിക്കുവാനും നന്നായി പഠിക്കുവാനും ഒക്കെ. പക്ഷേ അതൊന്നും അവൻ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ രീതികൾക്കെല്ലാം മാറ്റമായി. നല്ല കുട്ടിയാണ് മീനാക്ഷി. എനിക്കവളെ ഒത്തിരി ഇഷ്ടമാണ്. അവൾക്കൊപ്പം ജീവിക്കുന്നിടത്തോളം കാലം ആകാശ് ഒരിക്കലും ഒരു പരാജയത്തിലേക്ക് പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. മീനാക്ഷിയുടെ ട്രെയിനിങ്ങിലാണ് അവൻ പരീക്ഷ എഴുതുവാൻ വേണ്ടി മുൻപോട്ട് പോകുന്നതെങ്കിൽ പരാജയപ്പെടുവാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് അവന് ജോലി കിട്ടും എന്ന് തന്നെ എൻ്റെ മനസ്സും പറയുന്നുണ്ട്. ദേ ബാലേട്ട, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബാലേട്ടന് എപ്പോൾ ആരോട് എന്തു പറയണമെന്ന് അറിയില്ലെന്ന്. ആ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ വാക്കിൽ പകുതിയെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ബാലേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സന്തോഷമാകുമായിരുന്നു അവർക്ക്. അപ്പോൾ ഒരിക്കലും അവർ സന്തോഷിക്കാൻ പാടില്ല. ബാലേട്ടൻ അങ്ങനെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവർക്ക് ചിരി വന്നാലോ, അവരുടെ മനസ്സിൽ ഒരു ഉണർവുണ്ടായാലോ? ഈ ചിന്തയാണ്. അത് ഞാൻ കാരണം വേണ്ട എന്ന് തന്നെയാണ് ബാലേട്ടൻ്റെ ഉള്ളിലുള്ളത്. ഈ ചിന്ത സത്യം പറഞ്ഞാൽ ശത്രുക്കളുടെ ചിന്തയാണ്. ഈ ഭൂമിയിൽ ഒരച്ഛന്മാരും ഇങ്ങനെയൊന്നും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യില്ല. ഗോമതി, അതിന് നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവനെ ശപിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്തതുപോലെയാണല്ലോ. അവന് കൂടുതൽ പ്രതീക്ഷ കൊടുക്കണ്ട എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരി. എന്നിട്ട് ബാലേട്ടൻ ഇപ്പോൾ ബാലേട്ടന് പ്രതീക്ഷയുണ്ട് എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്? എന്ന് വെച്ചാൽ ആകാശ് പ്രതീക്ഷിക്കേണ്ട, ആകാശിന് പകരം അവൻ്റെ അച്ഛൻ പ്രതീക്ഷിച്ചോളാമെന്ന് അല്ലേ? ഈ സ്വഭാവമേ ഇരട്ടത്താപ്പാണ് ബാലേട്ടാ. എനിക്കിത് ഇഷ്ടമല്ല. ഇത് പറഞ്ഞിട്ട് ഗോമതി മുഖവും വീർപ്പിച്ച് അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാണുന്നത് ആനന്ദിനോട് ആര്യൻ സംസാരിക്കുന്ന കാഴ്ചയാണ്. ആര്യൻ പറയുന്നുണ്ട്, ആനന്ദേട്ടാ, ഏട്ടൻ ശ്രദ്ധിച്ചോ? വലിയ സങ്കടത്തോടു കൂടിയാണ് ആകാശേട്ടൻ ഇറങ്ങിപ്പോയത്. ചില സമയത്ത് നമ്മുടെ അച്ഛൻ്റെ സംസാരങ്ങൾ കേട്ടാൽ ഒരു നിമിഷം പോലും പിന്നീട് ഈ വീട്ടിൽ തുടരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റില്ല. ശത്രുക്കളാണെങ്കിൽ പോലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആനന്ദ് പറയുകയാണ്, അതേടാ, അച്ഛൻ അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കും വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ അച്ഛനോട് തോന്നി.
നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏത് സമയത്ത് അച്ഛൻ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഏട്ടാ, എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നത് അച്ഛനോടുള്ള വാശിക്കെങ്കിലും ആകാശേട്ടൻ ഈ എക്സാമിൽ പാസ്സാകും എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. അവൻ ഈ എക്സാം വിജയിക്കണം. അതുകൊണ്ട് അവന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തുടർന്ന് കാണുന്നത് എക്സാം ഹാളിലേക്ക് വലിയൊരു പരിഭ്രമത്തോടു കൂടി ആകാശ് കയറിപ്പോകുന്ന കാഴ്ചയാണ്. എക്സാം തീരുന്ന സമയം വരെയോളം മീനാക്ഷി പുറത്ത് കാത്തിരിക്കുകയാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ആകാശ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മീനാക്ഷി ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ആകാശേ, എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാനൊരു കാര്യം ആകാശിനോട് ആവശ്യപ്പെട്ടു. എന്നെ നിരാശപ്പെടുത്താതെ ആകാശ് അതനുസരിക്കാൻ തയ്യാറായി. ഇവിടെ വരെയോളം വന്നു, എക്സാം എഴുതി. അതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം. എന്തായാലും പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഇറങ്ങിയതല്ലേ, ദാഹിക്കുന്നുണ്ടോ? വെള്ളം വേണോ? എനിക്ക് വെള്ളമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം. ആകാശിൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ മീനാക്ഷിക്ക് ഒരു ചെറിയ അസ്വസ്ഥത തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് മീനാക്ഷി ചോദിക്കുന്നതേയില്ല. ഇരുവരും കുറച്ചു ദൂരം മുൻപോട്ട് നടന്നു കഴിയുമ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം വേണം. അത് ശരി. ആകാശിനോട് ഞാൻ 1 മിനിറ്റിന് മുമ്പ് വെള്ളം വേണമെന്ന് ചോദിച്ചതല്ലേ, അപ്പോൾ പറഞ്ഞു വേണ്ടാന്ന്. എന്നിട്ട് ഇപ്പോഴെങ്ങനെയാ പെട്ടെന്ന് ദാഹം വന്നത്? അല്ല ആകാശേ, എന്തിനാണ് ഇങ്ങനെ മുഖവും വീർപ്പിച്ചു പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആകാശിന് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതേക്കുറിച്ച് ചോദിക്കാതെയും ഇരുന്നത്. ആകാശേ, ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാനും ഇവിടെ വരെ എത്തിയത്. ഈ എക്സാമിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അറ്റൻഡ് ചെയ്ത പരീക്ഷ പോലെയൊന്നും അല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷ എഴുതുന്നത്. അത് കുറച്ച് കട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവും. അല്ല ആകാശ്, സത്യം പറ, ഒന്നും എഴുതിയില്ലേ? മീനു, അങ്ങനെയല്ല. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയപ്പോഴേ ഞാൻ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ശീലമില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ. പക്ഷേ ചോദ്യപേപ്പറിലൂടെ ഞാൻ കണ്ണോടിച്ചപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യനുകളുടെ എല്ലാം ആൻസർ എനിക്ക് അറിയാവുന്നത് തന്നെയായിരുന്നു. പക്ഷേ വല്ലാത്ത ടെൻഷനായിപ്പോയി. അതുകൊണ്ട് എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഒന്നും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷിക്കുന്നത് പോലെ മാർക്ക് ലഭിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ ആകാശെ, അതൊന്നും ഓർത്തിട്ട് വിഷമിക്കുകയേ വേണ്ട. ഇതോടുകൂടി ലോകമൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഇതുപോലെ ധാരാളം ജോലികളുടെ വേക്കൻസികളും എക്സാമും ഒക്കെ വരും. നമുക്ക് അന്നേരം നോക്കാന്നേ. ഈ ഒരു പരീക്ഷയിൽ തോറ്റുപോയതുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിക്കില്ല. എൻ്റെ മനസ്സിൽ 100% സന്തോഷം തന്നെയാണ്. കാരണം ആകാശ് ഈ എക്സാം എഴുതുവാൻ വേണ്ടി എൻ്റെ വാക്കും കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചല്ലോ. സത്യം പറഞ്ഞാൽ ഈ പരീക്ഷാ ഹാളിലേക്ക് ആകാശ് കയറുന്ന സമയം വരെ എൻ്റെ മനസ്സിലായിരുന്നു ടെൻഷൻ. കാരണം ഏത് സമയത്തും ആകാശ് തീരുമാനം മാറ്റുമോ, മടങ്ങിപ്പോകുമോ എന്നുള്ള ഭയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ആകാശ് പരീക്ഷ എഴുതി ജയിച്ചൊരു പ്രതീതിയാണ് എൻ്റെ മനസ്സിലുള്ളത്. മീനു, നീ ഇത്രയുമൊക്കെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചിട്ട് ഒന്നും എഴുതാൻ പറ്റാതെ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഇറങ്ങി വരുമ്പോൾ നീ ആകെ തളർന്നു പോകുമെന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇപ്പോൾ ആ ടെൻഷനൊക്കെ മാറി. ആകാശേ, നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം ഒരു ഗവൺമെൻറ് ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. ഇപ്പോൾ ഈ എക്സാം അറ്റൻഡ് ചെയ്തു, ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. എന്നാൽ നമ്മൾ നിർത്തുന്നില്ല, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിജയിക്കുന്ന സമയം വരെ നമ്മളിങ്ങനെ എക്സാമുകൾ വരുമ്പോഴെല്ലാം എഴുതിക്കൊണ്ടേയിരിക്കും. ഇതിനിടയിൽ ഒരു ദിവസം ആകാശിനെ തേടി ആ വാർത്തയെത്തും, വിജയിച്ചു എന്നുള്ള വാർത്ത. മീനു, എനിക്കറിയാം നീ എന്നെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നതല്ലേ. നിന്റെ മനസ്സിൽ സങ്കടമില്ലേ? സത്യം പറ. നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത് തന്നെ തെറ്റായിപ്പോയിന്ന്. അയ്യേ, എന്തൊക്കെയാണ് ആകാശ് ഈ പറയുന്നത്? ഞാൻ ഒരു വിവരവും ബോധവും ഇല്ലാത്ത പെണ്ണൊന്നും അല്ല. ആകാശിനെ കണ്ട് ആകാശിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് കൂടെ ഇറങ്ങിത്തിരിച്ചതുമല്ല. ആകാശിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇറങ്ങിയത്. ആകാശിന് ഗവൺമെൻറ് ജോലിയില്ല എന്നും ഒരു പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആളാണെന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് മീനാക്ഷി അച്ഛനെയും അമ്മയും ഒക്കെ അവഗണിച്ചിട്ട് ആകാശിൻ്റെ ഒപ്പം ഇറങ്ങിത്തിരിച്ചത്. അതിപ്പോഴും ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ തീരുമാനം 100% ശരിയായിരുന്നു. ഇനിയിപ്പോൾ ഈ ജന്മത്ത് ആകാശ് എക്സാം എഴുതി പാസ്സായില്ലെങ്കിലും ഗവൺമെൻറ് ജോലി കിട്ടിയില്ലെങ്കിലും എൻ്റെ തീരുമാനം ശരി തന്നെയായിരുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഇത് കേട്ടുകൊണ്ട് ഒരമ്പരപ്പോടു കൂടി ആകാശ് ചോദിക്കുകയാണ്, സത്യമാണോ മീനു നീ ഈ പറയുന്നതൊക്കെ? അല്ല, കള്ളമാണ്. ആകാശ് ഒന്ന് പോയേ. ഇത് കേട്ടിട്ട് ആകാശ് മീനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, മീനു, നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചത് ഈ ലോകത്തിൽ വെച്ച് എനിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്പത്തായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഭാഗ്യവാനുമാണ്. ഇത് കേട്ടുകൊണ്ട് മീനാക്ഷിയും ആകാശിനെ ഒരു കൈകൊണ്ട് തന്നോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, മീനു, നീ നോക്കിക്കോ, ഇതല്ലെങ്കിൽ അടുത്ത എക്സാം ആകാശ് എഴുതുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. മീനുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനായും മാറും. തുടർന്ന് കാണുന്നത് ഉദയഭാനുവിനെയും ശ്രീകലയുമാണ്. ഇരുവരും കൂടി
ബാലൻ ദേവമംഗലത്തുള്ളപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട്. ബാലനെ കണ്ടപ്പോൾ തന്നെ ഉദയഭാനു പറയുകയാണ്, അല്ല, ബാലൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി ഗോമതി സ്റ്റോറിൽ തന്നെ ആയിരിക്കുമെന്ന്. അത് ഉദയഭാനു സാറേ, ഞാൻ കടയിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് ഒരു അത്യാവശ്യത്തിന് ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഇപ്പോൾ തന്നെ തിരികെ പോകാൻ തുടങ്ങുകയാണ്. അല്ല, നിങ്ങൾ എന്താണ് ഈ നേരത്ത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇങ്ങോട്ട് തന്നെ വന്നതാണോ അതോ മറ്റെവിടെയെങ്കിലും പോയ വഴിയിൽ കയറിയതാണോ? ബാല, ഞങ്ങൾ മറ്റൊരു വഴി പോയതാണ്. മറ്റൊരു വഴിയെന്ന് പറഞ്ഞാൽ ഒരു ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ കാരണം, നമ്മൾ അന്ന് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി പോയപ്പോൾ ബാലനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ദേവിമോളുടെ തലയ്ക്ക് പരുക്ക് പറ്റുകയും ആശുപത്രിയിലൊക്കെ ആക്കുകയും ചെയ്തല്ലോ. ഒരു ദൈവകാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സമയത്ത് തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു ദുർസൂചനയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കിച്ചേക്കാം എന്ന് കരുതി പോയതാണ്. അത് ശരി, എന്നിട്ട് നോക്കിയോ? ജ്യോത്സ്യൻ എന്താണ് പറഞ്ഞത്? അത് പിന്നെ ബാല, ജ്യോത്സ്യൻ പറഞ്ഞത് ബാലൻ ഇപ്പോൾ വലിയൊരു സമയദോഷത്തിന്റെ സാഹചര്യമാണ് എന്നാണ്. അന്നുണ്ടായ അപകടത്തിൽ നിന്നും ബാലൻ ഒരു പോറൽ പോലും ഏക്കാതെ രക്ഷപ്പെട്ടതിന്റെ പ്രധാന കാരണം ദേവിമോൾ ഒരാൾ മാത്രമാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. ബാലന്റെ ഈ സമയദോഷത്തിൽ ഇനിയും ഒരനർത്ഥവും സംഭവിക്കാതിരിക്കാൻ കുറച്ച് പൂജാവിധികളും വഴിപാടുകളും ഒക്കെ കഴിച്ചേ തീരൂ എന്ന് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതൊന്ന് ഓർപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. പൂജകളും വഴിപാടുകളും ഒന്നും ബാലൻ ചെയ്യണ്ട, എല്ലാം ബാലന്റെ പേരിൽ ഞങ്ങൾ തന്നെ ചെയ്തു കൊള്ളാം. പെട്ടെന്ന് ഗോമതി പറയുകയാണ്, അയ്യോ അതൊന്നും വേണ്ട, ബാലേട്ടന്റെ പേരിലുള്ള പൂജകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മാത്രം മതി, അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തോളാം. അതിനൊക്കെയുള്ള ചെലവുകൾ ഞങ്ങൾ വഹിച്ചോളാം. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗോമതി. എന്തായാലും ഞങ്ങളല്ലേ ജ്യോത്സ്യനെ കണ്ടതും പ്രശ്നം വെപ്പിച്ചതുമെല്ലാം. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ അതൊന്നും അറിയണ്ട. പിന്നെ ഇതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ നോക്കിച്ചു. ആനന്ദിന്റെയും ദേവിമോളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും അവരുടെ താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് നടത്തിയിട്ടില്ല. അതിനുള്ളൊരു മുഹൂർത്തം കൂടി കുറിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതിന് പറ്റിയൊരു മുഹൂർത്തം നാളെ ഉണ്ടെന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. ഉടനെ ഗോമതി പറയുകയാണ്, അതെ അതെ, ഞാൻ പലപ്പോഴും അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ ആദ്യ വിവാഹം കഴിച്ചത് ആകാശാണ്. ആകാശിന്റെ താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് ഇതുവരെയും നടന്നിട്ടില്ല. പിന്നീട് ആര്യന്റെ വിവാഹം നടന്നു, എന്നിട്ടും ആ ചടങ്ങ് നടത്താൻ പറ്റിയില്ല. ഒടുവിലിപ്പോൾ ആനന്ദിന്റെ വിവാഹവും കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കണ്ട. ഞങ്ങളുടെ 3 മക്കളുടെയും താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് നാളത്തെ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നടത്താം. അല്ലേ ബാലേട്ടാ? ആ അതെ അതെ ഉദയഭാനു സാറേ, അങ്ങനെയാണെങ്കിൽ നാളത്തെ മുഹൂർത്തത്തിൽ ആര്യന്റെയും ആകാശിന്റെയും ആനന്ദിന്റെയും താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് നമുക്കങ്ങ് നടത്തിയേക്കാം. അയ്യോ ബാല, അതൊന്നും പറ്റില്ല. അതിന്റെ കാരണം പഴമക്കാർ പറയുന്നത് ഒരു മുഹൂർത്തത്തിൽ ഒരു വിവാഹ പന്തലിൽ വെച്ച് 2 പേരുടെ കല്യാണം നടത്തിയാൽ അതിൽ 1 മാത്രമേ നിലനിൽക്കൂ എന്നാണ്. ഇതിപ്പോൾ 2 അല്ല 3 പേരുടെ ചടങ്ങാണ് നടത്താൻ പോകുന്നത്. അതൊന്നും ശരിയാവില്ല. ഉടനെ ബാലൻ പറയുകയാണ്, ഉദയഭാനു സാറേ, അതൊക്കെ പഴമക്കാർ പറയുന്നതല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എനിക്ക് 3 മക്കളെയാണ് ദൈവം ആൺകുട്ടികളായി തന്നിരിക്കുന്നത്. അവർ 3 പേരും വിവാഹിതരായി. അവരെ 3 പേരെയും ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ കരുതുന്നതും സ്നേഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് അവർ 3 പേരും ഒരുമിച്ച് പ്രവേശിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ശ്രീകല പറയുകയാണ്, അല്ല ബാല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദേവിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ മാതാപിതാക്കൾ അവൾക്കൊപ്പമുണ്ട്. പക്ഷേ മീനാക്ഷിയുടെയും മിത്രയുടെയും കാര്യം അങ്ങനെ അല്ലല്ലോ. അവരുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് അവരെ അനുഗ്രഹിക്കുവാനും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അവർക്കാരും ഇല്ലല്ലോ. അപ്പോൾ ഗോമതി, അതെന്താ ശ്രീകലെ അങ്ങനെ പറഞ്ഞത്? അവരുടെ അച്ഛനും അമ്മയും ഈ ചടങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞ് അവർ അനാഥരാണ് എന്നാണോ പറയുന്നത്? അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് തീർച്ചയായിട്ടും ഞാനും ബാലേട്ടനും ഉണ്ടാവും. ഇവിടെ വന്ന് കയറിയ 3 പെൺകുട്ടികളും ഞങ്ങൾ 2 പേർക്കും മരുമക്കളല്ല, മക്കൾ തന്നെയാണ്. അത് നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് അവരുടെ ചടങ്ങുകളൊക്കെ ഒരുമിച്ച് തന്നെ നടത്തുവാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അതൊന്നും ഓർത്തിട്ട് നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട. അയ്യോ ഗോമതി, ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞതല്ല. അതിനെ തെറ്റായിട്ടൊരിക്കലും കാണരുത് കേട്ടോ. അപ്പോൾ ഉദയഭാനു പറയുകയാണ്, ഇതിപ്പോൾ ബാല, നാളത്തെ മുഹൂർത്തത്തെക്കുറിച്ച് ജ്യോത്സ്യൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് ഗംഭീരമായി നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മുന്നമേ കൂട്ടി ഇതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് അവിടെ വെച്ച് ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കാമായിരുന്നു. ഇപ്പൊ ചെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഓഡിറ്റോറിയങ്ങൾക്ക് ഒഴിവുണ്ടാവുക? അല്ല ഉദയഭാനു സാറേ, എന്തിനാണ് ഈ ഓഡിറ്റോറിയം ഒക്കെ തപ്പിപ്പോകുന്നത്? അതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരെ വിളിച്ച് നല്ല രീതിയിൽ ഒരു ഫംഗ്ഷൻ നടത്തിവിടുക. അതിനപ്പുറം എന്താണുള്ളത്? അത് മതിയോ ബാല? അല്ല, ബാലന്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല. പിന്നെ 3 പേരുടെയും കൂടി ചടങ്ങ് ഒരുമിച്ച് നടക്കുമ്പോൾ അവർക്ക് 3 പേർക്കും ഒരുപോലെ താലിമാലയൊക്കെ വാങ്ങണ്ടേ ബാല? ഇപ്പോൾ സ്വർണത്തിനൊക്കെ നല്ല വിലയായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ബാലന് അത് താങ്ങാൻ പറ്റുമോ? ഇതിൽ പ്രത്യേകിച്ച് ദുരഭിമാനത്തിൻ്റെ ഒന്നും കാര്യമില്ല. പറ്റില്ല എങ്കിൽ
ബാലനത് തുറന്നു പറയണം. ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇത് കേട്ടുകൊണ്ട് പിൻപിൽ നിൽക്കുന്ന ശ്രീകല ബാലനും ഗോമതിയും കാണാതെ ഉദയഭാനുവിൻ്റെ കാലിൽ നല്ലൊരു ചവിട്ടി ഔട്ടുന്നുണ്ട്. അതോടുകൂടി ഉദയഭാനുവിൻ്റെ വായടഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ബാലൻ പറയുകയാണ്, അതെന്താ ഉദയഭാനു സാറേ അങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ? അതൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ ചെയ്യുമ്പോഴല്ലേ ഒരു അന്തസ്സുണ്ടാവുകയുള്ളൂ. ഈ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ഉടൻ തന്നെ ഇങ്ങനൊരു ചടങ്ങ് നടത്തേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 3 മരുമക്കൾക്കുമുള്ള താലിമാല ഗോമതി നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. 3 പവൻ വീതമുള്ള മാലയാണ് വാങ്ങിയിരിക്കുന്നത്. ഓ, അത് ശരി. അപ്പോൾ ഞങ്ങളെക്കാൾ മുന്നമേ തന്നെ നിങ്ങൾ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് സാരം. അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ തന്നെ കാര്യങ്ങളൊക്കെ ഗംഭീരമായി നടക്കട്ടെ. അപ്പോൾ ബാല, ഞങ്ങൾ ഇരിക്കുന്നില്ല, തൽക്കാലം ഇറങ്ങുകയാണ്. നാളെ രാവിലെ എത്തിക്കോളാം. ഇത് പറഞ്ഞ് ഉദയഭാനുവും ശ്രീകലയും കൂടി മടങ്ങിപ്പോവുകയാണ്. മടക്കയാത്ര വലിയ സന്തോഷത്തോടു കൂടിയാണ്. കാരണം 3 പവനാണ് ബാലൻ ദേവിമോൾക്ക് കൊടുക്കുവാൻ പോകുന്നത്. ഉദയഭാനു ശ്രീകലയോട് പറയുകയാണ്, ശ്രീകലേ, ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ദേവിമോൾ വീട്ടിൽ വന്നാൽ ഉടൻ തന്നെ ഈ മാലയുടെ അതേ ഡിസൈനിലും അതേ തൂക്കത്തിലുമുള്ള ഒരു മുക്കുപണ്ടം നമ്മൾ വാങ്ങി വെക്കണം. അതെന്തിനാണ് മനുഷ്യ നമ്മൾ മുക്കുപണ്ടം വാങ്ങുന്നത്? എടി പൊട്ടി, 3 പവനെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അതുകൊണ്ട് പണയം വെച്ചാൽ കുറഞ്ഞത് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു മുക്കുപണ്ടം അങ്ങോട്ട് വാങ്ങി അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് അത് ഇങ്ങോട്ട് വാങ്ങി നമ്മൾ അങ്ങോട്ട് പണയം വെക്കുന്നു. അല്ല പിന്നെ എത്ര പേരാണ് ഡെയിലി കാശിന് വേണ്ടി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്? 2 പേരെയെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റിയാൽ അത്രയും ആശ്വാസമായില്ലേ? കൊള്ളാം, നല്ല തന്ത. അല്ല, ഈ പണയം വെക്കുന്ന മുതല് പിന്നെ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? എടി, അത് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വളഞ്ഞ വഴിയിൽ കൂടി നമ്മളത് തിരിച്ചെടുത്തു കൊടുക്കും. എന്നിട്ട് വീണ്ടും അത് വാങ്ങി പണയം അങ്ങ് വെക്കും. എന്തായാലും ബാലനും ആനന്ദും ഒരിക്കലും ആ താലിമാല വാങ്ങി വിൽക്കാനൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെ ഈ വെപ്പും എടുപ്പുമായിട്ട് നമുക്ക് കുറച്ച് കാലം അങ്ങനെ പോകാൻ പറ്റും. തുടർന്ന് കാണുന്നത് താലിമാറിക്കോർക്കൽ ചടങ്ങിനു വേണ്ടി ബാലന്റെ പെൺമക്കൾ 3 പേരും എത്തുന്ന കാഴ്ചയാണ്. ആനന്ദാണ് അനുജയെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തിക്കുന്നത്. അനുജ വന്ന് കയറിയപ്പോൾ തന്നെ വീടിന്റെ ഭരണം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അനുജ കൃഷ്ണമംഗലത്തേക്ക് നോക്കിയിട്ട് ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്, എടാ, അപ്പുറത്തുകാരിപ്പോൾ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരാറുണ്ടോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറേ നാളുകളായിട്ട് ഒതുങ്ങി മുമ്പോട്ട് പോവാണ്. ഓ, അത് ശരി. അമ്മാച്ചന്മാരും മോനും ഒക്കെ ഒതുങ്ങിയെന്ന് തോന്നുന്നല്ലേ? കുത്തിത്തിരിപ്പ് എന്തെങ്കിലും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒന്നും നോക്കിയേക്കരുത്, എല്ലാത്തിനെയും ശരിയാക്കിയേക്കണം. ഇത് പറഞ്ഞിട്ട് അനുജ അകത്തേക്ക് കയറുമ്പോൾ അനു ബാലനൊപ്പം ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അനുജ പറയുന്നുണ്ട്, എടി, നീ അങ്ങോട്ടൊന്ന് മാറിക്കേ, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ അനു, അതിനെന്താ, അപ്പുറത്തെ സൈഡിലോട്ട് ഇരിക്കരുതോ? ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു കസേര എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറിയിരിക്കുക, അതിന് ഞാൻ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓ, അത് ശരി, നീയാണിപ്പോൾ ഇവിടുത്തെ കൊച്ചമ്മ അല്ലേ? അല്ല, എൻ്റെ അമ്മ എവിടെ? ഇത്രയും സമയം ഞാനിവിടെ കിടന്ന് ചിലച്ചിട്ട് എൻ്റെ അമ്മ ഗോമതിയെ കാണുന്നില്ലല്ലോ. തുടർന്ന് അനുജ നീട്ടി വിളിക്കുകയാണ് ഗോമതിയെ. ഇത് കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഗോമതിയും 3 മരുമക്കളും കൂടി ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് ശരി, ഞാൻ അമ്മയെന്ന് വിളിച്ചപ്പോൾ 4 പേര് ഒരുമിച്ചാണ് വരുന്നത്. അല്ല, നിങ്ങളുടെ 4 പേരുടെയും പേര് അമ്മയെന്ന് തന്നെയാണോ? അപ്പോൾ ഗോമതി, ഓ, നീ എത്തിയോ? വന്ന് കയറിയപ്പോൾ തന്നെ തുടങ്ങി നാക്കെടുത്ത് വെളിയിലിട്ടുകൊണ്ട്. അത് ശരി അമ്മേ, ഞാൻ വന്നിട്ട് കുറേ സമയമായി. ഇവിടെ കിടന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും അമ്മ പുറത്തോട്ടൊന്നും ഇറങ്ങി വന്നില്ലല്ലോ. ഇത്രയേ ഉള്ളൂ അമ്മയുടെ സ്നേഹം. അത് ശരി. അതെ, പഴയതുപോലെ ഒന്നും അല്ല മോളെ, ചെവിക്കൊക്കെ വല്ലാത്ത കേൾവിക്കുറവൊക്കെ ആയി, പ്രായമൊക്കെ ആയി വരുമല്ലേ. നീ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആരതി ഒഴിഞ്ഞ് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കാമായിരുന്നു. ഓ ശരി, അമ്മയ്ക്കിപ്പോൾ മരുമക്കളൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്നും വേണ്ട. ആയിക്കോട്ടെ. അല്ല, ആര്യൻ എവിടെ? അവനെ കാണുന്നില്ലല്ലോ. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് അനുജ പെട്ടെന്ന് ഫോൺ എടുത്ത് ആര്യനെ വിളിക്കുകയാണ്. അങ്ങനെ അനുജ ആര്യനെ കൂടെ വിളിച്ചു വരുത്തിയതിനു ശേഷം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്നുണ്ട്. എന്നാൽ ഗോമതിയും ശ്രീദേവിയും മീനാക്ഷിയും മിത്രയും ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുന്നില്ല. ഉടനെ അനുജ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾക്കാർക്കും വിശപ്പില്ലേ? നിങ്ങൾ എന്താണ് കഴിക്കാനിരിക്കാത്തത്? അതെ, നിങ്ങളിപ്പോൾ കഴിക്ക്, ഞങ്ങൾ 4 പേരും കൂടി നിങ്ങൾ കഴിച്ചതിന് ശേഷം കഴിച്ചോളാം. അതെന്താ അമ്മേ അങ്ങനെ? ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങത്തില്ലേ? ഉടനെ ബാലൻ പറയുന്നുണ്ട്, മോളെ, അവർ 4 പേരും ഇങ്ങനെയാണ്. ഞങ്ങളുടെ കൂടെ അല്ല അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ഞങ്ങൾ കഴിച്ചതിന് ശേഷം അവർ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ തൃപ്തി വരികയുള്ളൂ. അത് ശരി. അപ്പോൾ മരുമക്കൾ 3 പേരും കൂടി എൻ്റെ അമ്മയെ മയക്കിയെടുക്കുന്നത് ഈ കഴിക്കുന്ന സമയത്താണെന്ന് സാരം. അപ്പോൾ അനു പറയുകയാണ്, ചേച്ചി, വന്ന് കയറിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ബഹളം. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴെങ്കിലും ഇച്ചിരി നേരം ഒന്ന് വായടക്കിയിരിക്കാമോ? നീ ഒന്ന് പോടി.
ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഇനിയും ഞാൻ സംസാരിക്കും. അത് തടയാൻ നീ ആരാ? അച്ഛാ, അച്ഛൻ ഞങ്ങൾക്ക് പണ്ട് ചോറ് ഉരുളയുരുട്ടി വായിൽ വെച്ച് തരാറുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര സങ്കടം വരികയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഉരുളയുരുട്ടി ഈ മോളുടെ വായിലേക്ക് അച്ഛനൊന്ന് വെച്ച് തന്നേ. അപ്പോൾ ബാലൻ, നിനക്ക് എത്ര ഉരുള വേണമെന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ റെഡിയല്ലേ? ഇത് പറഞ്ഞിട്ട് ചോറ് ഉരുളയുരുട്ടി അനുജയുടെ വായിലേക്ക് ബാലൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് വീണ്ടും അനു പറയുകയാണ്, ഈ ചേച്ചിക്ക് ഒരു വല്ലാത്ത സൂക്കേട് തന്നെയാണ്. നീ ഒന്ന് പോടി അവിടുന്ന്. നിനക്കിപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറച്ചുകൂടെ കഴിയട്ടെ, നിന്നെ ഒന്ന് കെട്ടിച്ചു വിടട്ടെ, അപ്പം മനസ്സിലാവും സ്വന്തം വീട്ടിലെ സുഖവും സന്തോഷവും ഒക്കെ. അച്ഛാ, അവൾ പറയുന്നൊന്നും അച്ഛൻ കേൾക്കണ്ട. അച്ഛൻ എനിക്ക് ഉരുളയുരുട്ടിത്താ. അനുജയുടെ ഈ സംസാരങ്ങളും കളികളും ഒന്നും ദേവിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. ദേവിയുടെ മുഖഭാവത്തിൽ തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ദേവിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അനുജയും മനസ്സിലാക്കുന്നുണ്ട്. ദേവിയാണ് ഇപ്പോൾ ദേവമംഗലത്തിലെ അടുക്കളക്കാരി എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അനുജ ചോദിക്കുകയാണ്, ഇതാരാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയത്? അപ്പോൾ ദേവി, ചേച്ചി അത് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് തോന്നി. ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ടേസ്റ്റ് ഇല്ലാത്ത സാമ്പാർ എൻ്റെ വായിൽ വെച്ചിട്ടേ ഇല്ല. ഇത് കേൾക്കുമ്പോഴേക്കും ദേവി വല്ലാണ്ട് ചൂളിപ്പോകുന്നുണ്ട്. ഉടനെ ഗോമതി പറയുകയാണ്, അനുജെ, നീ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്, ഇവിടെ ഞങ്ങൾക്ക് വിശപ്പൊക്കെ ഉണ്ട്. അനുജയുടെ അസ്ഥാനത്ത് കയറിയുള്ള ഈ ഒരു അടി ദേവിയെ മാത്രമല്ല ബാക്കിയുള്ളവരെ എല്ലാം ഒന്ന് ഡൗൺ ആക്കി കളഞ്ഞു. തുടർന്ന് കാണുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അനു ദേവമംഗലം വീടിന്റെ വരാന്തയിൽ നിൽക്കുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് നിന്നുകൊണ്ട് അലോക് അനുവിനെ ചൂളമിട്ട് വിളിക്കുകയും തന്റെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുകയാണ്. അനു ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അലോക് ഒരു പുഞ്ചിരിയോടുകൂടി കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് അനു ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇതെന്താ ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇനി എന്നോട് തന്നെയാണോ അതോ മറ്റാരോടെങ്കിലും ആണോ? ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് താൻ ചുറ്റുമൊക്കെ പരതി നോക്കുന്നുണ്ട്. ഈ കാഴ്ച ഈ സമയത്ത് അകത്ത് നിന്നുകൊണ്ട് മിത്ര കാണുകയാണ്. മിത്ര വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അലോകിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, നീ അകത്തേക്ക് കയറിപ്പോ. അനു അകത്തേക്ക് പോകുമ്പോൾ തുടർന്ന് മിത്ര അലോകിനോട് ചോദിക്കുകയാണ്, എന്താടാ നീ ഇങ്ങോട്ട് നോക്കി പെണ്ണുങ്ങളോട് ഗോഷ്ടി കാണിക്കുന്നത്? എന്താ നിന്റെ മനസ്സിലിരിപ്പ്? അപ്പോൾ അലോക്, അത് ശരി, അത് ചോദിക്കാൻ നീ ആരടി? നീ ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിയെടുത്തതോടുകൂടിയാണ് എൻ്റെ ഭാവി തന്നെ ഒരു വഴിക്കായത്. എനിക്ക് ഒരു പെണ്ണ് കിട്ടാത്തതിൻ്റെ കാരണക്കാരി നീ ഒരൊറ്റ ഒരുത്തിയാണ്. എടാ, നിനക്ക് പെണ്ണ് കിട്ടാത്തതിൻ്റെ കാരണം നിന്റെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ടാണ്. നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം നീ ആരാണെന്ന്. പെട്ടെന്ന് കൃഷ്ണമംഗലത്ത് നിന്ന് അനന്തൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താലോകെ ഇവിടെ ഒരു സംസാരം, എന്തുപറ്റി? അനന്തനെ കണ്ട മാത്രയിൽ മിത്ര പെട്ടെന്ന് ഓടി മതിലിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, അച്ഛാ, അനുവിനെ കണ്ടുകൊണ്ട് ഇവൻ ഇവിടെ നിന്ന് ചൂളം വിളിക്കുകയും ഓരോരോ ഗോഷ്ടികൾ അവർക്ക് നേരെ കാണിക്കുകയും ചെയ്യുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. ശരിയാണോടാ അവൾ പറയുന്നത്? അയ്യോ വലിയച്ഛ, അവൾ കള്ളം പറയുകയാണ്. ഞാനിവിടെ വെറുതെ നിൽക്കുകയായിരുന്നു. അവൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് വരികയാണ്. അച്ഛാ, ഞാൻ കള്ളമൊന്നുമല്ല പറയുന്നത്. മുറിക്കകത്ത് നിന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. ആ കുട്ടിയാണെങ്കിൽ ഇവന്റെ ഗോഷ്ടികൾ കണ്ട് അമ്പരന്ന് പെരക്കകത്തേക്ക് കയറിപ്പോയി. ഇവിടെയുള്ള ആണുങ്ങൾ കണ്ടിട്ട് ഇതൊരു പ്രശ്നമാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് ഇത് വന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് അച്ഛനവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇത്രയും പറഞ്ഞിട്ട് മിത്ര മടങ്ങി പോവുകയാണ്. തുടർന്ന് അലോകിനെ വീടിനുള്ളിലേക്ക് കയറ്റിയിട്ട് അനന്തൻ, സത്യം പറയടാ, നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ അലോക് പറയുന്നുണ്ട്, വലിയച്ഛ, ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ഒരു ഗോഷ്ടിയും കാണിച്ചിട്ടില്ല. ഞാൻ അവിടെ വെറുതെ നിൽക്കുകയായിരുന്നു. എടാ, മിത്ര ഈ വീട്ടിൽ നിന്നും അവിടേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ നാളെ ഇത്രയായിട്ടും ഇവിടുത്തെ ഒരു കാര്യത്തിലും അവൾ ശ്രദ്ധിക്കുവാനോ ഒരു പ്രശ്നമുണ്ടാക്കുവാനോ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവൾ അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ പിൻപിൽ എന്തെങ്കിലും കാരണം കാണും. അലോകിനോട് അനന്തൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അമ്മയും അച്യുതനും രാജശ്രീയും നന്ദിതയും ഹാളിലേക്ക് വരികയാണ്. അച്യുതൻ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ പ്രശ്നം, എന്തുപറ്റി? എടാ, ഇവിടെ നിന്നുകൊണ്ട് അപ്പുറത്തെ ബാലന്റെ മോളെ ഇവൻ ചൂളമടിച്ചു വിളിക്കുകയും അവൾ കഴിച്ചോ എന്ന് ആംഗ്യം കാട്ടുകയും ഒക്കെ ചെയ്തു. അത് മിത്രയാണ് എന്നോട് പറഞ്ഞത്. ഇവനിത് എന്തിന്റെ കേടാണ്? അവൾ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞുപോയി. ഇത് കേട്ടുകൊണ്ട് രാജശ്രീ ചോദിക്കുന്നുണ്ട്, ശരിയാണോടാ ആലോകെ ഈ കേൾക്കുന്നതൊക്കെ? അമ്മേ, അവൾ കള്ളം പറഞ്ഞതാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവൾക്ക് എന്നോട് കുറച്ച് കലിപ്പുണ്ട്. ഇവിടെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുവാനും എന്നെ താഴ്ത്തിക്കെട്ടുവാനും വേണ്ടി അവൾ ഉണ്ടാക്കിയ കെട്ടുകഥയാണ്. നിങ്ങളിതൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ അനന്തൻ, അലോകെ, നീ വെറുതെ കള്ളം പറയരുത്. എന്താ സംഭവിച്ചത് എന്ന് നീ തുറന്നു പറ. ഉടനെ അലോക്, അല്ലെങ്കിലും വലിയച്ഛൻ എന്നെ അല്ലല്ലോ വിശ്വാസം. ഇപ്പോഴും ഇവിടുന്ന് ഇറങ്ങിപ്പോയ അവളെയാണ് വലിയച്ഛൻ വിശ്വസിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് അച്യുതൻ പറയുകയാണ്, അതവൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഏട്ടാ. എനിക്കും ഇതൊക്കെ തോന്നാറുണ്ട്. കുറച്ച് നാളുകളായി ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും രീതികളിലൊക്കെ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മിത്രയുടെ കാര്യം സംസാരിക്കുമ്പോൾ രണ്ടാൾക്കാരുടെയും മുഖഭാവവും സംസാരവും ഒക്കെ അങ്ങ് മാറുകയാണ്.
ഏട്ടനും ഏട്ടത്തിയും ഒക്കെ ഞങ്ങളുടെ മുൻപിൽ അലോകാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്, മിത്ര പുകഞ്ഞ കൊള്ളി പോലെ പുറത്താണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ നിങ്ങളുടെ മകൾ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും വലുത്. അലോക് നിങ്ങളുടെ മകനല്ല, ഒരിക്കലും അവനെ മകനായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയത്തുമില്ല. ഇത് കേട്ടുകൊണ്ട് അനന്തൻ അച്യുതന് നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിനക്ക് വേണമെങ്കിൽ അത് വിശ്വസിച്ചാൽ മതി. അപ്പോൾ അച്യുതൻ, അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഏട്ടൻ്റെ മനസ്സിലുള്ളത് ഇതുവരെയും ഞങ്ങൾ ആരും മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് മനസ്സിലായി. അത് തുറന്നു പറഞ്ഞപ്പോൾ ഏട്ടൻ എന്തിനാണ് ഇത്രയും അങ്ങോട്ട് വിറകൊള്ളുന്നത്? നിർത്തടാ, ഇനി ഒരക്ഷരം നീ മിണ്ടരുത്. അടിച്ചു നിന്റെ പല്ലു ഞാൻ കൊഴിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അച്യുതന്റെ നേരെ അനന്തൻ കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഞെട്ടലോടെ അയ്യോ എന്നൊരു നിലവിളിയുമായിട്ട് അമ്മ നെഞ്ചിൽ കൈയും വെച്ച് വേച്ചു താഴേക്ക് വീഴുവാൻ തുടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കൃഷ്ണമംഗലത്ത് പൊട്ടിത്തെറികൾ ആരംഭിച്ചിരിക്കുന്നു. അതെവിടേക്കാണ് പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.